എല്ലാവർക്കും നമസ്കാരം. കണക്കിൽ വളരെയധികം എക്സ്പെർട്ടൈസ് ഉള്ള ആൾക്കാർക്കുള്ള ക്ലാസ് അല്ല ഇത്. വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുക, അതുപോലെ തന്നെ താല്പര്യം തീരെ ഇല്ലാത്തവർക്ക്, അതായത് കണക്ക് പഠിക്കണം എന്ന് പറയുന്നത് ഒരു എക്സാമിന് മാർക്ക് വാങ്ങണമല്ലോ, അല്ലെ PSC പോലത്തെ ഒരു പരീക്ഷയ്ക്ക് ഒരു എമൗണ്ട് ഓഫ് ചോദ്യങ്ങൾ കണക്കിൽ നിന്ന് വരുമല്ലോ എന്ന് വിചാരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. ഒരു തിയറി പോലെ കണക്ക് പഠിപ്പിക്കാനാണ്, അങ്ങനെ ഒരു അറ്റംപ്റ്റാണ് വിചാരിക്കുന്നത്. ഇന്ന് പ്രൈമറിലി ഒരു തിയറി ക്ലാസ്സാണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ എന്തായാലും പ്രൈം നമ്പർ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ എന്താണ്, ഈ പറഞ്ഞ ഹോൾ നമ്പർ, ഇൻറ്റീജേഴ്സ് എന്താ, ഇതൊന്നും അറിയാതെ നമുക്ക് ക്ലാസ് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഏതൊരു ചോദ്യം ചെയ്യുമ്പോൾ എണ്ണൽ സംഖ്യയുടെ തുക എത്ര എന്ന് ചോദിക്കുമ്പോൾ എന്താണ് എണ്ണൽ സംഖ്യ എന്ന് ആദ്യം അറിയണം. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സാണ് ഇന്നത്തെ. തുടർന്നും നമ്മൾ മാത്സ് ക്വസ്റ്റ്യൻസൊക്കെ വളരെ ലഘുവായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തൊരു ബേസ് ഉണ്ടാക്കുന്നതാണ് ഉദ്ദേശം. അത് ബേസിക്കലി ഒരു ഫൗണ്ടേഷൻ പോലെയാണിത്. ഒരു താല്പര്യം ഉണ്ടാക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ച്, എന്നാൽ അത് ഒരു ബേസായി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, കണക്ക് തിയറി പോലെ പഠിക്കലാണ് ഉദ്ദേശിക്കുന്നത്. സംഖ്യകളും അടിസ്ഥാന ക്രിയകളും തമ്മിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. 10 അടിസ്ഥാനമായുള്ള സമ്പ്രദായമാണ് ഇൻഡോ അറേബ്യൻ സമ്പ്രദായം എന്ന് പറയുന്നത്. അത് ദശാംശ സമ്പ്രദായം എന്ന് പറയുന്നത്, ഡെസിമൽ സിസ്റ്റം എന്ന് പറയുന്നത്. 10 അടിസ്ഥാനം. 2 അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായമാണ് ബൈനറി എന്ന് പറയുന്നത്. 0 and 1, 0ഉം 1ഉം മാത്രമേ ഉണ്ടാവുള്ളൂ. 2 അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഖ്യാസമ്പ്രദായമാണ് ബൈനറി സമ്പ്രദായം. ഹെക്സാ ഡെസിമൽ എന്ന് പറയുന്നത് 16 അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഹെക്സാ ഡെസിമൽ 16. ഒന്ന് ഓർത്ത് വെക്കണേ. ഈ ഹെക്സാ ഡെസിമലിൽ 0 to 9 വരെയുള്ള അക്കങ്ങളും A മുതൽ F വരെയുള്ള അക്ഷരങ്ങളുമാണ് ഉള്ളത്. അപ്പോൾ ഹെക്സാ ഡെസിമൽ എന്ന് പറയുന്നത് 16ഉം ബൈനറി 2 അക്കം ഉള്ളതാണ്. അത് 0ഉം 1ഉം ഉള്ളതാണ് ബൈനറി സംഖ്യ സമ്പ്രദായം എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? നിസർഗ സംഖ്യകൾ എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യ തന്നെയാണ്. 1 ആരംഭിക്കുന്ന പൂർണ്ണസംഖ്യകളാണ്. അതായത് ഇതിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയും. എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സാണ്. 1 2 3 4 ടു ഇൻഫിനിറ്റി എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. എണ്ണൽ സംഖ്യ എന്താണ്? നാച്ചുറൽ നമ്പേഴ്സാണ്. 1 2 3 1 നിന്ന് ആരംഭിക്കുന്ന ആണ് നാച്ചുറൽ നമ്പേഴ്സ്. അഖണ്ഡ സംഖ്യ, ഹോൾ നമ്പർ എന്ന് പറയുന്നത് എന്താ? എണ്ണൽ സംഖ്യകളോടൊപ്പം 0 ചേർക്കുന്നതാണ് അഖണ്ഡ സംഖ്യകൾ. ഹോൾ നമ്പേഴ്സ് 0 1 2 3. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഹോൾ നമ്പേഴ്സ് എങ്ങനെയാണ്? 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അഖണ്ഡ സംഖ്യ എന്ന് പറയുന്നത് എന്താ? 0 നിന്ന് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും. ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് എന്താ? 2 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നത് അല്ലേ? പലപ്പോഴും എന്താണ് ഒറ്റ സംഖ്യ ഇരട്ട സംഖ്യ എന്ന് വെച്ചാൽ ഒരു ഡെഫിനിഷൻ ആർക്കും അറിയില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് നമ്മളെന്താണ് ചെയ്യുന്നത്? ബിഗിനിങ് തൊട്ട് തന്നെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി അറിയാമെങ്കിലും ഒന്നുകൂടി കാര്യങ്ങൾ റിവൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നത്. ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഖ്യയെ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയാത്തത്, പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്തത്, എന്തെങ്കിലും റിമൈൻഡർ ബാക്കി വരും അല്ലേ? അതാണ് ഒറ്റ സംഖ്യ. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ? കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. ഒരു സംഖ്യക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ, 2 ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അത് ഭാജ്യസംഖ്യയാണ്. അഭാജ്യസംഖ്യ 4 6 8 9 ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത്. അഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നത് പ്രൈം നമ്പേഴ്സ്. ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയാണെങ്കിൽ, ഇപ്പോൾ 7 2 3 അതുപോലെ 11 13 17 ഇതൊക്കെ എന്താണ്? അഭാജ്യസംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ഒന്നും അതേ സംഖ്യയും മാത്രമാണെങ്കിൽ എന്താണ്? പ്രൈം നമ്പേഴ്സ്. എങ്കിൽ അതൊരു അഭാജ്യസംഖ്യ ആയിരിക്കും. 2 3 5 7. ചോദ്യം: ആദ്യ 50 എണ്ണൽ സംഖ്യകളുടെ തുക എത്ര എന്ന? n × n+1/2 ആണ് ഇക്വേഷൻ എന്ന് പറയുന്നു. 50 n. അപ്പോൾ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നു. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ് ഇല്ല, ചോദ്യങ്ങൾ അടുത്ത ക്ലാസ് മുതലേ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷേ എന്താണ് മിനിമം കാര്യം? എന്താണ് എണ്ണൽ സംഖ്യ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ അറിയാം. 1 മുതൽ തുടങ്ങുന്നതാണ് എണ്ണൽ സംഖ്യ അല്ലേ, നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 0 മുതൽ തുടങ്ങുന്നത് എന്താ? അഖണ്ഡ സംഖ്യകൾ, ഹോൾ നമ്പേഴ്സ്. അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈം നമ്പേഴ്സ്. ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് നമ്പേഴ്സ്. 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ടെങ്കിൽ അത് അഭാജ്യസംഖ്യയായി. ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക്. ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് എന്താണ്? ബേസ് എന്ന് പറയുന്നത് 16ആണ്. 2 അടിസ്ഥാനമാക്കിയുള്ള സംഖ്യാ സമ്പ്രദായം ബൈനറിയാണ്, 0ഉം 1ഉം. 10 അടിസ്ഥാനമാക്കിയുള്ള സമ്പ്രദായം എന്ന് പറയുന്നത് ഇൻഡോ അറേബ്യൻ അല്ലെങ്കിൽ ദശാംശ സമ്പ്രദായം എന്ന് പറയുന്നത്. ഇതാണ് ബേസിക് കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും ഇപ്പോൾ അടുത്ത പ്രാവശ്യം നോക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുക. അപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുക? ഈ തിയറി പോലെ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് പഠിക്കാൻ നോക്കാം. ഇതൊരു അറ്റംപ്റ്റാണ്. എത്രമാത്രം ആൾക്കാർക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കും ഒരു
സംശയമുണ്ട്, എന്തായാലും നമുക്ക് ശ്രമിച്ച് നോക്കാം. അടുത്ത ക്ലാസ് മുതൽ കുറേയും കൂടെ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് ഈ കോൺസെപ്റ്റ് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ഈ ക്ലാസ്സിൽ ഈ ക്ലാസ് കൊണ്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ബൈ, ടേക്ക് കെയർ.